ഗായ്സ്, ഐ നോ ഈ ഒരു മാസം ഈ ചാനൽ മരിച്ചതുപോലെയായിരുന്നു. ഞാൻ ഒന്ന് ചൈനയിലൊക്കെ പോയി. പിന്നെ ഈ ദീപാവലിയിലൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയ പടങ്ങളൊന്നും ഇല്ല. യൂഷ്വലി ദീപാവലി സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്നാണെങ്കിലും തമിഴിൽ നിന്നൊക്കെ ആണെങ്കിലും, എസ്പെഷ്യലി തമിഴിൽ നിന്നൊക്കെ ടോപ്പ് നമ്മുടെ മാസ് ആക്ടേഴ്സിൻ്റെയൊക്കെ സിനിമകളാണ്. പക്ഷേ ഈ വർഷം ഇറങ്ങിയത് ബൈസൺ, പിന്നെ ഡ്യൂഡ്, പിന്നെ ഇത് എന്തൊരു ഡീസലേ അങ്ങനെ എന്തോ ഒരു പടം. അതിൽ ഡ്യൂഡ് ഞാൻ കണ്ട്. എനിക്ക് ആ പടം കണ്ടിട്ടൊരു പഴയ വിജയുടെ ഷാജഹാനും അല്ലു അർജുൻ്റെ ആര്യ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ ഒരു മിക്സ് കഥയും പിന്നെ മറ്റവൻ്റെ കുറച്ച് കോമഡിയും പിന്നെ കുറച്ച് എന്താ പറയുക അത്യാവശ്യം നല്ല പാട്ടാണ്. മറ്റേ സായി അഭയൻകർ അവൻ്റെ അത്യാവശ്യം കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. പടം പിന്നെ ബോറടിക്കൂല. അതാണ് ആ പടത്തിൻ്റെ ഒരു ഗുണം. അതായത് നല്ല ഫാസ്റ്റ് കട്ടാണ്. അതായത് പക്ക പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഡ്രാഗണൊക്കെ കണ്ടിട്ടുണ്ട്. അതേ ഒരു പോലത്തെ ഒരു ടെംപ്ലേറ്റ് കട്ടിങ്ങും പുള്ളിയുടെ ഒരു സ്ഥിരം പുള്ളിയുടെ സ്വാഗും അതൊക്കെ തന്നെ ഒരു പടം. എനിക്ക് ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല സിനിമ. കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ പാടായിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഇറ്റ് വാസ് ഫൺ. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇത് എല്ലാവർക്കും നടക്കുന്നില്ലല്ലോ. ഈ കഥ നമ്മുടെ സിനിമയിലെ കഥയാണെങ്കിലും എന്ത് കഥയാണെങ്കിലും അത് ഏതെങ്കിലും ഒരാൾക്ക് നടന്ന ഒരു സാധനം നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടും. നമുക്കത് അരോചകമായി തോന്നിയാൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടില്ല. അത്രയേ ഉള്ളൂ. എനിക്കൊരു ഭയങ്കര വലിയൊരു കൺഫ്യൂഷനും ഭയങ്കര വലിയ ഒരു പരിപാടിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ നൈസായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗും അനാവശ്യ കുറേ സെൻറ്റിമെൻസും അങ്ങനെയൊക്കെ ആയിരുന്നു ആ പടം. ബട്ട് ഓവറോൾ ചുമ്മാ കണ്ടിരിക്കുക. ബൈസൺ കാണാൻ പറ്റിയില്ല. പറ്റുമെങ്കിൽ ഏതെങ്കിലും ദിവസം പോയി കാണാം. എനിക്ക് അറിയത്തില്ല അത് കാണാനായിട്ടൊന്നും. മാരി സെൽവരാജിൻ്റെ പേരുണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ പോയി ഇരുന്ന് സമയം കളയാന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് തോന്നണില്ല ആ സിനിമ. എൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ ഇത് പോയി കാണണം എന്നുള്ളൊരു സാധനം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അത് പോയി കണ്ടില്ല. പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് നമ്മുടെ ഷറഫുദ്ദീനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു പുതിയ ഒരു ഡയറക്ടർ അനുപമ പരമേശ്വരൻ, പിന്നെ വിജയരാഘവൻ, അത് സൂപ്പർ. വിജയരാഘവൻ, രഞ്ജി പണിക്കർ, പിന്നെ നമ്മുടെ അങ്ങനെ കുറച്ച് അതൊരു ഫൺ സാധനമായിരുന്നു. നല്ല ഒരു എഡിറ്റിംഗ് പരിപാടിയും ഒരു എന്താ പറയുക നമ്മുടെ ആടില്ലേ, ആടൊക്കെ പോലത്തെ ഒരു പടം. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ പഴയ എയ്സ് വെഞ്ചുറ പെറ്റ് ഡിറ്റക്റ്റീവ് നമ്മുടെ ജിം ക്യാരിയുടെ അതേപോലത്തെ ഒരു സാധനം തന്നെ. പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ ഇടയിൽ കൂടെ ഒരു ക്രൈമിൻ്റെ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് അത് നൈസായിട്ടുണ്ട്. അതും ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. കുറേ 2-3 സ്ഥലമൊക്കെ നൈസ് രസമായിരുന്നു. അവസാനമൊക്കെ നമ്മുടെ വീഗാലാൻഡിലൊക്കെ ഒരു ക്ലൈമാക്സും ഒരു പ്രിയദർശൻ പടം പോലത്തെ ഒരു സാധനം. പക്ക ഒരു സ്ലാപ്സ്റ്റിക് കോമഡി ഐറ്റം. പക്ഷേ പടക്കളത്തിൻ്റെയൊക്കെ അത്ര ഒരു ഐറ്റം ആയിരുന്നെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലെന്ന് പറയാൻ പറ്റും. ഇറ്റ്സ് വെരി സിമ്പിൾ ഒരു സാധനം, സിമ്പിൾ കഥ. എന്നാൽ ഈ സിനിമകളുടെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റൺ ടൈം നൈസായിരുന്നു. 2 മണിക്കൂർ എന്തോ ഉള്ളൂ. ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ഒരു മെക്സിക്കൻ പരിപാടിയൊക്കെ വെച്ചിട്ട് നൈസായിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഓവറോൾ അഗെയിൻ ബോറടിക്കാതെ കണ്ടിരിക്കാം. അത് എസ്പെഷ്യലി എൻ്റെ റൺ ടൈം കുറവായതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് സമയം പോയ പോലത്തെ ഒരു ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ആ പടവും അത്യാവശ്യം വർക്കായി. പിന്നെ ഞാൻ കണ്ടത് എന്തോന്ന് നൈറ്റ് റൈഡർ, നമ്മുടെ മാത്യുവിൻ്റെ പടം. അത് ഇന്നാണ് ഞാൻ പോയത്. അത് എന്തോന്ന് എന്ന സിനിമയിൽ ഒരു ഗ്രാമത്തിൻ്റെ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാത്യു, മെറിൻ ഫിലിപ്പ്, പിന്നെ ഒരു പുതിയ നടി, പിന്നെ ശരത് സഭ, അങ്ങനെ നമ്മുടെ ഷാനവാസ് ഇതിലൊക്കെ ഉള്ള മറ്റേ ഈ ആവേശത്തിൽ ആ പടം സത്യം പറഞ്ഞ നൈസ് ഒരു ഫൺ പടമായിരുന്നു കേട്ടോ. നല്ല തിയേറ്ററിക്കൽ ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. നല്ല വിഷ്വൽസും സൗണ്ട് ഡിസൈനും ഒരുത്തൻ്റെ ഒരു കോസ്റ്റ്യൂമുണ്ട് ഒരു വില്ലൻ്റെ, അത് പൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു പരിപാടി നൈസായിരുന്നു, ഒന്നും പറയാനില്ല. നൈസ് പടമായിരുന്നു.
എഗെയിൻ ബോറടിക്കാതെ നമുക്ക് കാണാൻ പറ്റിയ ഒരു പടം. ഇതും 2 മണിക്കൂറേ എന്തോ ഉള്ളൂ ആ പടത്തിൻ്റെ ഡ്യൂറേഷൻ. ഞാൻ നൈസായിരുന്നു, പെട്ടെന്ന് പടം തീരുകയും സെക്കൻഡ് ഹാഫ് എഗെയിൻ കുറച്ചൊരു എന്താ പറയുക, ഇത്തിരി ലാഗായിട്ടുള്ളൊരു പോർഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആ ഒരു ക്ലൈമാക്സ് എത്തണ വരെ കുറച്ചൊരു പരിപാടി, എഗെയിൻ ഒരു തേപ്പും ബഹളവും അങ്ങനെയൊക്കെ. പക്ഷേ മെറിൻ്റെ ഒരു പ്രേതത്തിൻ്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അയ്യോ, അതൊരു വല്ലാത്ത ഇതായിപ്പോയി. അത് പക്ഷേ രസമായിട്ടുണ്ട് കേട്ടോ. അത് ഒരു കോമഡി പരിപാടിയാണ്. അതൊരു കോമഡി സാധനമാണ്. ആദ്യമൊക്കെ നമുക്ക് ഇത്തിരി ഇങ്ങനെ ഫീൽ ചെയ്യെങ്കിലും എന്നാൽ അവസാനം അതിനെ കൊണ്ടൊരു നല്ലൊരു കൺക്ലൂഷനൊക്കെ അത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു പ്രേതത്തിൻ്റെ സാധനമൊക്കെ. അങ്ങനെ എന്താണെങ്കിലും ദീപാവലി പടങ്ങൾ എന്ന് പറയുന്നത് കണ്ട് ഇതൊക്കെ ഭയാനക പടങ്ങളായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ബോറടിക്കാതെ കണ്ടു തീർക്കാൻ പറ്റുന്ന സിനിമകളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ഈ നൈറ്റ് റൈഡർ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ 3 പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചുമ്മാ കണ്ടിരിക്കുക, ഭയങ്കര അടിപൊളി, ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല. ഇറ്റ്സ് എ ഗുഡ് വൺ ടൈം വാച്ച്, ടൈം പാസ് പടം, ബോറടിക്കാതെ ഇരുന്ന് കാണാം. പക്ഷേ നമുക്ക് ഒരു ഹൈ എനർജി സിനിമകൾ മിസ്സാവണേ. ഞാൻ ഈ മാസം ബബ്ബബ്ബ റിലീസാവുമെന്ന് വിചാരിച്ചാണ്. അത് പിന്നെയും തള്ളി. ഇനിയിപ്പോൾ ഡിസംബറിൽ എന്തോ ആണ് റിലീസ്. ഈ ഒരു സമയത്ത് അത് ഇറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വേറെ ലെവലിൽ കയറിപ്പോയാൻ ആ സിനിമ. ബിക്കോസ് വേറെ ഒരു സിനിമയില്ല. ഇനിയിപ്പം അടുത്ത മാസം പ്രണവ് മോഹൻലാലിൻ്റെ ഹൊറർ പടം, അതിനി എനിക്ക് സത്യം പറഞ്ഞൊരു 5-6 പേരുമായിട്ട് പോകണം. എനിക്ക് ഒറ്റയ്ക്കൊന്നും ഈ സിനിമയൊന്നും കാണാനൊന്നും പറ്റിയൊന്നുമില്ല. അതുകൊണ്ട് കാന്ത അടുത്ത മാസമാണോ റിലീസെന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ആയിരിക്കും. പിന്നെ അത് മമ്മൂക്കാരെ പടം അതും അടുത്ത മാസം എന്തോ ആണ്, മറ്റേ വിനായകൻ്റെയും മമ്മൂക്കാരെയും പടം. അങ്ങനെയൊക്കെ ഞാൻ പറയാം. ഇനി ഒന്നുമില്ല, ഈ ഒരു ബബ്ബബ മാത്രമേ ഉള്ളൂ ഇനി ഒരു ആൻറ്റിസിപ്പേറ്റഡ് മൂവി എന്ന് പറയാനായിട്ട്. അതേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു അവസാനം ഡിസംബറിൽ കൊണ്ട് ഒരു ക്രിസ്മസ് പരിപാടി ബോംബ് പൊട്ടിക്കുക എന്നുള്ള രീതിയായിരിക്കും. എന്താണെങ്കിലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. നല്ല പടങ്ങൾ ഇതൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ നമുക്കങ്ങനെ ഒരു സൂപ്പറുടെ അടിപൊളിയുടെ കണ്ടിരിക്കണോടെ എന്നൊക്കെ പറയാനായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതാണ് സംഭവം. ഞാൻ കണ്ടിട്ടൊക്കെ വന്നിരുന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അല്ലാതെ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. മനസ്സിലായ? അത് തന്നെ കണ്ടിരിക്കാം, ബോറടിക്കാതെ ഇരുന്ന് ടൈം പാസിന് വേണ്ടി ഒരു സിനിമ ചുമ്മാ പോയിരുന്ന് കാണാം എന്നല്ലാതെ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ദീപാവലി പടങ്ങളൊന്നും എന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചില്ല. യൂഷ്വലി ദീപാവലിക്കൊക്കെ ഇറങ്ങുന്ന പടം എന്നൊക്കെ പറഞ്ഞാൽ റേഞ്ച് വേറെ ആയിരുന്നു. അപ്പോൾ ദീപാവലി ഇപ്പോൾ ആഘോഷം നിർത്തിയെന്നതാണ് എല്ലാവരും. എന്തിനാണെങ്കിലും അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സിനിമകൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയുക. ഇനി വേറെ സിനിമയൊന്നും എൻ്റെ കാഴ്ചപ്പാടിലില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ ബൈ.